ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ളത് കണ്ടിട്ട് വാട്ടാ. ഞാൻ കോയമ്പത്തൂർക്ക് പോയിട്ടിരിക്കുകയാണ്. നാളെ ഒരു ഇടിച്ച ഇന്നോവ ഉണ്ടായിരുന്നു, നമ്മൾ റൂഫൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ വണ്ടിയുടെ നമ്മൾക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു ഫില്ലറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കോർപ്പിയോ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്കോർപ്പിയോൻ്റെ വീഡിയോ ഇടുന്നു. സ്കോർപ്പിയോൻ്റെ വീഡിയോ ഇൻറ്റീരിയറിൻ്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഡാഷ്ബോർഡിൽ വരുന്ന വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം വേറെ ആയിരുന്നു. അതായത് നമ്മുടെ ഈ സെയിം സ്കോർപ്പിയോക്ക് പറഞ്ഞ ആ ഒരു മോഡൽ 2011 മോഡലിൻ്റെ വയറിംഗ് കിറ്റ് നമ്മൾക്ക് 2016 ഇറങ്ങിയ ആ മോഡലിനുള്ള സ്കോർപ്പിയോക്ക് സൂട്ട് ആവില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു വയറിംഗ് കിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ വെച്ച് എങ്ങനെയെങ്കിലും വർക്കൊക്കെ ചെയ്യിച്ച് നോക്കി സൂട്ടായിട്ടുള്ള വയറിംഗ് കിറ്റ് പർച്ചേസ് ചെയ്യണം. അതേപോലെ ഇന്നോവയുടെ ഈ പാർട്സ് നമ്മൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ആദ്യം പോണത് ആദിത്യയിലേക്കാണ് കേട്ടോ. ആദിത്യ സ്പെയർ പാർട്സ് ധനം എന്ന് പറയുന്നത് ഇവിടെ ഫേമസ് ആണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാത്ത മിക്ക പാർട്സുകളും ഇപ്പോൾ ഇന്നോവയുടെ അതേപോലെ തന്നെ ടവേരയുടെ സ്കോർപ്പിയോൻ്റെ അങ്ങനെ മുതലായ വാഹനങ്ങളൊക്കെ ചില സാധനങ്ങളൊക്കെ നമുക്ക് റെഡി സ്റ്റോക്ക് എവിടെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഈ ഒരു രണ്ട് ആദിത്യ അതേപോലെ തന്നെ ധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ പാർട്ട് ഷോപ്പ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പെയർ പാർട്ട് ഷോപ്പാണ്. ഇപ്പോൾ നമ്മൾ പോണത് ആദിത്യയിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് കയറി ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദേ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ മേൽപ്പാലം പുതിയ പാലം കാണാം. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഈ കാണുന്നതൊക്കെ കേട്ടോ നമ്മുടെ ഉക്കടം മാർക്കറ്റ്, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലങ്ങൾ കേട്ടോ. അവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വരുമ്പോൾ അതേപോലുള്ള ഒരു ബ്രിഡ്ജ് വരും കേട്ടോ. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആവാണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ആദിത്യ ധനം അങ്ങനെയുള്ള. പിന്നെ നമ്മുടെ ടൂൾസൊക്കെ വാങ്ങാൻ പോകുന്ന സ്ഥലമൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് സ്ട്രൈറ്റാണ് പോകേണ്ടത് കേട്ടോ. സ്ട്രൈറ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇങ്ങോട്ട് വളയ്ക്കരുത്, സ്ട്രൈറ്റ് ബ്രിഡ്ജുമ്മ കൂടെ കയറണം. ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് പോകണമെങ്കിൽ ഓട്ടോമൊബൈൽ ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് വന്നിട്ട് ലെഫ്റ്റ് പോകണം. ഇല്ല നിങ്ങൾ ആദ്യത്തേക്ക് നേരെ പോവാം. നമുക്ക് ഈ ഒരു ഇത് ഇതിലാണ് ഓട്ടോമൊബൈൽ ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലടാ, ഇത് ഹോണ്ടയുടെ ഇതിൻ്റെ ഫോർഡിൻ്റെ വെച്ച് സെപ്പറേറ്റ്. ഇതാണ് ആദിത്യ സ്പെയർ പാർട്സ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ ഉണ്ട്. ഞാൻ പറയാം, ഫോഴ്സ്, അശോക് ലേലാൻഡ്, മഹേന്ദ്ര, ടാറ്റ, ഷവർലൈറ്റ്, ഫിയസ്റ്റ, ഫോർഡ്, ഓഡി, സ്കോഡ. അപ്പോൾ നമ്മൾ ലോക്ക് സെറ്റ് പുതിയത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ടൊയോട്ട ജെനുവിൻ പാർട്സ് ആണ്. ഇതുവരെ നമ്പറുകളാണ്, നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോകണം. അപ്പോൾ ആദിത്യയിൽ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കിൽ നമ്പറുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദിത്യയിൽ നിന്ന് ഡിക്കി ലോക്കും അതേപോലെ തന്നെ ആര്യയുടെ ക്ലച്ച് റിലീസ് ബെയറിങ്ങും വാങ്ങി. പിന്നെ കുറച്ച് മോണോഗ്രാംസും ഒക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ നേരെ മേട്ടുപാളയം പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉക്കടത്തെ സാധനമില്ല. S11 എന്ന് പറഞ്ഞിട്ടുള്ള സ്കോർപ്പിയോൻ്റെ സാധനം ഉക്കടത്തില്ല. ഞങ്ങളിവിടെ എല്ലായിടത്തും മുന്നേ അന്വേഷിച്ചിരുന്നതാണ്, ഫോം വിളിച്ച്. ഇപ്പോൾ മേട്ടുപാളയത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ പറയണം. ഓൾറെഡി അവിടെ നിന്ന് നമ്മൾ മുന്നേ ഒരെണ്ണം എടുത്തിട്ട് സൂട്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയി നോക്കിയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. നമ്മളിപ്പോൾ മേട്ടുപാളയം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രാപ്പ് പൊളിക്കുന്ന സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-40-35 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഊട്ടിയിലേക്ക്.
നമ്മൾക്ക് ഇവിടുന്ന് സ്ഥലം നമ്മൾക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ 2 പ്രാവശ്യം എന്നിട്ട് മറന്നുപോയാ. ഒരു വഴി കാണിക്കലുണ്ട് കേട്ടോ. ഗാന്ധിയുടെ പ്രതിമ പറഞ്ഞ ബേക്കറി കാണുന്നില്ല കേട്ടോ. ബേക്കറി നോക്കണ്ട, SBIയുടെ ATM ഓപ്പോസിറ്റ് ഗാന്ധിയുടെ പ്രതിമ. ഇത് തന്നെയാണ് പോയ നമ്മ അതേ റൂട്ട് തിരിഞ്ഞിട്ടും ആയിട്ടില്ല. ഇവിടെ ഒരുപാട് വണ്ടികൾ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച സ്ഥലം ട്രാവലറും കാര്യങ്ങളും ഒക്കെ ഇന്നോവ നമുക്ക് വേണ്ട സാധനം അതിലുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്ത സ്ഥലം ആ സൈഡാ. അടിക്കാൻ ചാൻസ് അടിയോ. ഇതേ ആലമ്പിന്നോയത്. ഞങ്ങള് വണ്ടി പൊളിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മേട്ടുപ്പാളയമാണ് സ്ഥലം. ഇത് ഏതാ വണ്ടിടാ? പോളോ പോളോ TV അല്ലത്. ജീറ സ്പോട്ടാണ് കിടക്കുന്നത് കേട്ടോ. അവർക്ക് സ്കോർപ്പിയോൻ്റെ വയറിംഗ് കിറ്റ് വേണമായിരുന്നു, പക്ഷെ അത് ഫുള്ളും അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇവിടെ വണ്ടികൾ ഒരുപാടുണ്ട്, പക്ഷെ S11 സ്കോർപ്പിയോൻ്റെ പാർട്സ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഇന്നോവയുടെ ഫ്രെയിമും S11 തന്നെ ഇനിയിപ്പോൾ നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ പറയാം ഒരുപാട് വണ്ടികൾ ഇവിടെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നമ്മൾ അന്വേഷിക്കണേ. ചില സാധനങ്ങൾ അങ്ങനെയാണ്, ചില സാധനങ്ങൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അന്വേഷിച്ചെടുക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ നമുക്ക് ഇന്നോവയുടെ സൈഡല്ല അവിടുത്തെ ഉണ്ട് കേട്ടോ, കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ നേരെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 6 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. ഇവരുടെ നമ്പർ ആണെങ്കിൽ ഇതേ ആവശ്യമുള്ളവർക്ക് വേണേൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്ഥലമല്ല അവർ തന്നെ ചേട്ടാ. ഏത് അവരുടെ തന്നെ അത് വെട്ടിച്ചിട്ടല്ലോ. നമ്മളെ ഇരിക്കുന്ന ഈ ഒരു മോഡലാണ് 2 ഉള്ളത്, 2 സൈഡ്. പക്ഷെ ഇതത്ര ഫിനിഷിങ് ഇല്ല അല്ലേ? ഇത് വലിയ കുഴപ്പമില്ലല്ലേ? വലിച്ചു പറിച്ചേ. കുഴപ്പമില്ലടാ, നല്ലതാ നല്ലതാ. അതായത് സിലിക്കോൺ അടിച്ച അതെ വരുമ്പോ നോക്കി നമ്മുടെ ഈ പീസ് നല്ലതാണോ നോക്ക്. റൂഫ് വരുമ്പോഴേക്കും കുഴപ്പമില്ല. ആ പീസ് നല്ലതാണോ നോക്ക്. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വില പേശാനും കുറച്ച് ടൈം എടുക്കട്ടെ. ഇപ്പോൾ ഓണറോട് ചോദിക്കട്ടെ എന്നൊക്കെ പറയണേ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുതിയത് വാങ്ങണേ ഭയങ്കര കാശ് എന്തായാലും. പാമ്പുണ്ടാവോ? കയറി അപ്പോൾ നമ്മൾക്ക് പീസ് കിട്ടിയിട്ടുണ്ട്. അല്ലേ അടിപൊളി പീസ്. 2000 ഏത് മോഡലാണ്? 2015 മോഡൽ വണ്ടിയുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നോട് ഫസ്റ്റ് കയറിട്ടാടാ, എന്നോട് ഫസ്റ്റ് കയറിട്ടെ. ഫസ്റ്റ് കയറി. അയ്യോ വേണില്ല. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്ത് റൂം എടുക്കാൻ പോകണം കേട്ടോ. രാത്രിയായി. ഒരുപാട് വണ്ടികൾ ഞങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ഫൈനലി 2015 മോഡൽ വരണം കൺഫേം ചെയ്തു. 2015 വില പേശി ഇപ്പോൾ വേറെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു, പക്ഷെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സാധനം തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതേ വൈകിട്ട് മേട്ടുപ്പാളയത്താണ് റൂം എടുക്കുക. നാളെ അത് കട്ട് ചെയ്ത് തരും. അതേപോലെ തന്നെ സ്കോർപ്പിയോൻ്റെ വയറിംഗ് കിറ്റ് ഇപ്പോഴും ബാക്കിയ 3 സ്ഥലത്ത് കയറി, അവിടെ എവിടെയും ഇല്ല. സ്കോർപ്പിയോ S11 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അതിനിപ്പോൾ വേറെ
3-4 സ്ഥലങ്ങൾ ഇനിയുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. കോയമ്പത്തൂരും മാതിരിയല്ല, ശരിക്കും മേട്ടുപാളയത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറെ റേഞ്ച് തന്നെയാണ് കേട്ടോ കണ്ടയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ കുറേ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കോൺടാക്റ്റ് ചോദിക്കാം, പിന്നെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം നമുക്ക്.